ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഞാനൊരു 10 ദിവസം മുൻപ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. ആ സമയത്ത് ബിറ്റ് കോയിൻ 60,000 നിൽക്കുമായിരുന്നു. ആ സമയത്ത് ഞാനൊരു 2-3 ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്തിരുന്നു. ഈ ഒരു രീതി നമ്മൾ ഈ ഒരു ഏരിയ നമ്മൾ ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. അതിനുശേഷം ഞാൻ വീണ്ടും ഒരു വീഡിയോ ചെയ്തിരുന്നു. US ഗവൺമെൻറ് കുറച്ച് ബിറ്റ് കോയിൻ സെല്ല് ചെയ്യും, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ ഒരു 57 ആ റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട്. 56-57 റേഞ്ചിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഫസ്റ്റ് അനാലിസിസ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഞാൻ ചാർട്ട് എടുത്ത് കാണിക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ ഫസ്റ്റ് മാർക്ക് ചെയ്ത ഒരു ഡിമാൻഡ് സോൺ ഇതായിരുന്നു. സോ ഇവിടെ കുറേ ബൈയിങ് ഉണ്ടാവും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് ശേഷമുള്ള സോൺ ഇതായിട്ടാണ് കൺസിഡർ ചെയ്തത്, പിന്നെ ഇതാണ് കൺസിഡർ ചെയ്തത്. അങ്ങനെ 3 സോണാണ് ഞാൻ ഇപ്പോൾ ഇതിനകത്ത് മാർക്ക് ചെയ്തത്. ഇത് ഡിസിഷനിലും ഇത് എക്സ്ട്രീമുമായിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞു ഡിസിഷണൽ സോൺ തട്ടി ഇവിടെ ഒരു ബോഡി ബ്രേക്ക് കൂടി തരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ അടുത്തത് ഈ ഒരു റേഞ്ചിലേക്ക് തരാം. പക്ഷേ ഇത് എത്രത്തോളം ആവുമെന്നറിയില്ല. സത്യം പറഞ്ഞാൽ ക്രിപ്റ്റോ ആണെങ്കിലും ഏതാണെങ്കിലും ട്രേഡിംഗ് എന്ന് പറയുന്നത് ഒരു പ്രോബബിലിറ്റിയാണ്. നമ്മൾ കറക്റ്റായിട്ട് പ്രഡിക്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. നമ്മുടെ ഒരു ചാർട്ടും ഇതൊക്കെ വെച്ച് മനസ്സിലാക്കാൻ മാത്രമേ പറ്റുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. അപ്പം പ്രോബബിലിറ്റി എവിടേക്കൊക്കെയാണ് കൂടുതലുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ ഒരു ഏരിയയിൽ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു ഇതിൽ വന്ന് വിക്കോഡ് ബോഡി ബ്രേക്ക് തന്നില്ല. ഈ ഒരു ക്യാനിൽ വന്ന് ഈ ഒരു സോണിൻ്റെ ലിക്വിഡിറ്റി എല്ലാം എടുത്തു. പിന്നീട് ബോഡി ബ്രേക്ക് തരാണ്ട് ഇവിടെ കുറച്ച് ദിവസം കൺസോളിഡേറ്റ് ആയി. അതിനുശേഷം ഇന്നലെയാണ് ഈ ഒരു സോണ് ബോഡി ബ്രേക്കോട് കൂടി ക്ലോസ് ആയത്. അതിനുശേഷം നിങ്ങൾ വലിയൊരു ഡംപ് ഇവിടെ കണ്ടിട്ടുണ്ടാവും. ഇന്ന് ഭയങ്കരമായിട്ടൊരു ഡംപ് നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. ഏകദേശം 56,867 8698 56,698 റേഞ്ചിലേക്കൊക്കെ വന്നിരുന്നു. അപ്പം ഇനി എക്സ്പെക്ട് ചെയ്യുന്നത് മേ ബി ഈ ഒരു റേഞ്ചിലേക്ക് വരുമെന്ന് തന്നെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരിക്കലും ഇങ്ങനെ വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ല, പ്രോബബിലിറ്റി ആയതുകൊണ്ട് തന്നെ എൻ്റെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഈ സാധനം ഈ ഒരു റേഞ്ചിലേക്ക് വന്ന് തട്ടി മേലേക്ക് പോവാം. ഇനി ഈ ഒരു സോൺ, നമ്മൾ ഈ പറഞ്ഞ ഡിമാൻഡ് സോൺ, ഇത് ഇൻവാലിഡ് ഡിമാൻഡ് സോണായി പകരം ഇതൊരു സപ്ലൈ സോണായി മാറിയിട്ടുണ്ടാവും. സോ സപ്ലൈ സോൺ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഇവിടെ കിടന്ന് ഇങ്ങനെ കളിച്ച് ഈ ഒരു റേഞ്ചിൽ തട്ടി ഇവിടെ റിഫ്ലക്ട് ചെയ്യുമ്പോൾ വീണ്ടും ഒരു കറക്ഷൻ എടുത്ത് താഴത്തേക്ക് വരാനുള്ള ഒരു സപ്പോർട്ട് അല്ലെ ഒരു റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും, മേലേക്ക് പോലെ റെസിസ്റ്റൻസ് ആയിട്ട് വേണമെങ്കിൽ ഇതായിരിക്കും. അതായത് സപ്ലൈ സോൺ, ഡിമാൻഡ് സോൺ സപ്ലൈ സോൺ ആയിട്ട് മാറാനുള്ള സാധ്യതകളുണ്ട്. സോ അങ്ങനെയും നമുക്ക് സംഭവിക്കാം. ഇത് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാവാം. ഇനിയിപ്പോൾ അതല്ല, ഇനിയിപ്പം ഇങ്ങനെ ഇത് തട്ടാണ്ട് തന്നെ നേരെ വന്ന് ഇവിടെ വന്ന് കളിച്ച് ഇവിടെ ബോഡി ബ്രേക്ക് കൂടി തരികയാണെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് ഒരു കറക്ഷൻ ചിലപ്പം കാണേണ്ടി വരും, ഒരു 40,000 എന്നുള്ള റേഞ്ചിലേക്ക്. ഞാൻ ഈ മാർക്ക് ചെയ്തിട്ടുള്ള 3 സോണിൻ്റെ ഏരിയ എന്ന് പറയുന്നത് എന്തായാലും ഈ സോൺ ഇൻവാലിഡ് ആയിരുന്നു. ഇപ്പം അടുത്ത ഞാൻ സോൺ ഉദ്ദേശിക്കുന്നത് 54,950 ടു 50,450. സോ ആ റേഞ്ചിനകത്ത് മേ ബി വന്ന് തട്ടി കുറച്ച് കൺസോളിഡേറ്റ് ആവാനുള്ള സാധ്യതകളുണ്ട്. ഈവൻ അത് ഈ ഒരു സോണും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ബോഡിയോടുകൂടി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ കാണുന്നത് 40,000 ടു 38,000 ടു 40,000 എന്നുള്ള രീതിയിലാണ്. അതൊക്കെയാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതൊരിക്കലും വരണം എന്ന് ഞാൻ വീണ്ടും പറയുന്നില്ല. കാരണം ഇത് കണ്ടിട്ട് നിങ്ങളിപ്പം അയ്യോ മാർക്കറ്റ് എല്ലാം പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോസിൽ വിൽക്കുക അല്ലെങ്കിൽ ഷോർട്ട് ചെയ്തിട്ട് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ നോക്കുക, അതൊന്നും ചെയ്യരുത്. ഞാനൊരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. എൻ്റെ അനാലിസിസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യുകയാണ്. അപ്പം ഈ ഒരു ക്രാഷിന് കാരണം, ഇന്നത്തെ ഈ ഒരു ക്രാഷ്, ഇന്നത്തെ ഒരു ദിവസം കൊണ്ട് വന്ന ന്യൂസ് അനുസരിച്ച് 130 ബില്യൺ ആണ് ഒരു ദിവസം കൊണ്ട് സിംഗിൾ ഡേയിൽ ലോസ് അയക്കണം. സോ ഇതിന് മൾട്ടിപ്പിൾ റീസൺസ് ഉണ്ട്. യൂഷ്വലി നമ്മൾ ബിറ്റ് കോയിൻ ഹാവിങ് കഴിഞ്ഞിട്ടുള്ള സൈക്കിൾസ് നോക്കുകയാണെങ്കിൽ ബിറ്റ് കോയിൻ ഹാവിങ് കഴിഞ്ഞ് ബിറ്റ് കോയിൻ നല്ല രീതിയിൽ പമ്പാവും, ചെറിയ രീതിയിൽ ഓൾട്ട് പോകും. അതിനുശേഷം ആ ഹൈ ക്രിയേറ്റ് ചെയ്യും. ബിറ്റ് കോയിൻ ഹാവിങ് കഴിഞ്ഞൊരു പുതിയ ഹൈ ക്രിയേറ്റ് ചെയ്ത് അവിടെ നല്ല രീതിയിലൊരു കറക്ഷൻ എടുക്കും. എന്നിട്ടാണ് പുതിയൊരു ഹൈയിലേക്ക് പോകാറുണ്ടാവുക. അങ്ങനെയാണ് ഉണ്ടായത്. അതൊന്നാണ്. പിന്നെ ബിറ്റ് കോയിൻ്റെ നമ്മളൊരു ഈ ചാർട്ട് നിങ്ങൾ മുൻപും കണ്ടിട്ടുണ്ടാവും. ബിറ്റ് കോയിൻ ഡൊമിനൻസിൻ്റെ മൊത്തം സൈക്കിള്, ബിറ്റ് കോയിൻ ഡൊമിനൻസ് ഇൻക്രീസ് ചെയ്യുമ്പോൾ ബിറ്റ് കോയിൻ്റെ പ്രൈസ് ഒബ്വിയസ്ലി ഇൻക്രീസ് ആവും. അപ്പം ഓൾട്ട് കോയിൻ നല്ല രീതിയിൽ ഡിക്രീസ് ആവും. അത് കഴിഞ്ഞാൽ ബിറ്റ് കോയിൻ ഡൊമിനൻസ് ഇൻക്രീസ് ആയിക്കൊണ്ടേയിരിക്കും. BTCയുടെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഭയങ്കര രീതിയിൽ ഓൾട്ട് കോയിൻ ഡംപ് ആവും. അത് കഴിഞ്ഞ് ബിറ്റ് കോയിൻ ഡൊമിനൻസ് ഇൻക്രീസ് ആകുമ്പോൾ BTC ഒന്ന് സ്റ്റേബിൾ ആണെങ്കിൽ ഓൾട്ട് കോയിൻസ് ഒരു അക്യുമുലേഷൻ ഫേസ് ഉണ്ട്, അത് അങ്ങോട്ട് മേലേക്കും താഴത്തേക്കും പോകാണ്ട് കിടക്കും. അതിനുശേഷം ബിറ്റ് കോയിൻ ഡൊമിനൻസ് ഡിക്രീസ് ആയി BTC ഇൻക്രീസ് ആകുമ്പോൾ ഓൾട്ട് കോയിൻ ഫേസ് ആവും. സോ ഇവിടെയാണ് നമ്മൾ ഓൾട്ട് സീസൺ എന്ന് പറയുക. സോ ഇപ്പം കറന്റ് ഏത് റേഞ്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഒരു റേഞ്ചിലായിരുന്നു കടന്നിട്ടുള്ളത്. കാരണം ബിറ്റ് കോയിനും ഇതും എല്ലാം ഒരേ റേഞ്ചിലേക്ക് കടന്ന് ഇതൊരു അക്യുമുലേഷൻ ഫേസിലായിരുന്നു, ഇൻക്രീസും സ്റ്റേബിളും. കാരണം 73,000 ബിറ്റ് കോയിൻ ഓൾ ടൈം ഹൈ പോയിട്ട് ബിറ്റ് കോയിൻ ഡൊമിനൻസ് ഒരു 51-52 മേലേക്ക് പോയിരുന്നു. ബിറ്റ് കോയിൻ്റെ പ്രൈസ് വല്ലാണ്ട് അങ്ങോട്ട് പമ്പാവണം ഉണ്ടായിരുന്നില്ല, വോളറ്റൈലിറ്റി ഉണ്ടായിരുന്നില്ല. ഓൾട്ട് കോയിൻസ് എല്ലാം ഒരു അക്യുമുലേഷൻ ഫേസിലായിരുന്നു ഉണ്ടായിരുന്നത്. സോ ആ രീതിയിലായിരുന്നു മൊത്തത്തിൽ പോയത്. ഇവിടെ സ്റ്റേബിൾ എന്നാണ് കൊടുത്തേക്കുന്നത്, ഞാനിവിടെ ഓൾട്ട് കോയിൻ എന്നുള്ള രീതിയിലും കൂടി പറയുകയാണ്. സോ അങ്ങനെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. യൂഷ്വലി ഇങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പം ഇപ്പം നമ്മൾ കണ്ട ബിറ്റ് കോയിൻ നല്ല രീതിയിൽ ഡംപ് ആവുന്നു, ഇത് ഡിക്രീസ് ആയി. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഓൾട്ട് കോയിൻസ് സ്റ്റേബിൾ ആവുകയാണെന്നുണ്ടെങ്കിൽ എത്രത്തോളം നിങ്ങൾ ഇപ്പം ഈ സ്റ്റേബിൾസ് ഏതൊക്കെ ഓൾട്ട് കോയിൻസ് വലിയ രീതിയിൽ ക്രാഷ് ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ക്രാഷ് ഇല്ലാത്ത മീൻസ് വലിയ രീതിയിൽ ക്രാഷ് ആവാത്ത കോയിനിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുക. കാരണം കുറച്ച് DCA ചെയ്തേക്കുക. വലിയ രീതിയിൽ ഇത്രയും വലിയൊരു ക്രാഷ് നടന്നിട്ടും സ്റ്റേബിൾ വലിയ രീതിയിൽ അടി പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് നോക്കി മനസ്സിലാക്കി അതിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു എന്താ പറയുക, ടെൻഷൻ ഇല്ലാത്തൊരു ഇൻകം നമുക്ക് അതിന് കിട്ടാൻ സാധ്യത ഉണ്ടെന്നാണ് പൊതുവെ മാർക്കറ്റിൽ പറയാറ്. അത് നിങ്ങൾ നോക്കുക.
അപ്പം ഇനി ഇന്നത്തെ ഈ ക്രാഷിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിന് മുൻപത്തെ 2-3 വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിരുന്നു. പക്ഷേ ആ വീഡിയോ ഒന്നും അധികം ആരും നോട്ടീസ് ചെയ്തിട്ടില്ല. ഇവിടെ US ഗവൺമെന്റ് ബിഗ്ഗസ്റ്റ് BTC ഹോൾഡർ ആണെന്ന് പറഞ്ഞിരുന്നു, ടൈം ആയിട്ടില്ല എന്ന് പറഞ്ഞിരുന്നു. സോ ഇതൊക്കെ കാരണം എന്താ പറയാൻ കാരണം അതെല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്തിട്ടാണ് ഇവർ പറയുന്നത്. യൂഷ്വലി നടക്കുന്ന ബിറ്റ് കോയിൻ ഹാവിങ് കഴിഞ്ഞിട്ടുള്ള കറക്ഷൻ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ എന്താ ഉണ്ടാവണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൗണ്ട് ഗോക്സ് എക്സ്ചേഞ്ചിന്റെ സെല്ലിംഗ് പ്രഷർ, ആ ഒരു ന്യൂസ് വന്നിരുന്നു. മൗണ്ട് ഗോക്സ് ഒക്കെ ഓൾറെഡി ഇതിലേക്ക് വരികയാണ് എന്നുള്ളത്. മീൻസ് ട്രാൻസ്ഫറേഷൻ, മീൻസ് അവരുടെ വാലറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള സെറ്റപ്പായി, മീൻസ് ഹാക്ക് ചെയ്ത വാലറ്റും എല്ലാം ഫണ്ട് തിരിച്ചു കൊടുത്തു തുടങ്ങി എന്നുള്ള ന്യൂസ് വരുന്നുണ്ട്. സോ അതും ഒരു റീസൺ തന്നെയാണ്. അതിൻ്റെ ഒപ്പം തന്നെ ഇവിടെ ഞാൻ 2 ദിവസം മുൻപ്, 2 ദിവസമല്ല ഒരാഴ്ച മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോ, US ഗവൺമെന്റിന്റെ കയ്യിൽ ഒരുപാട് ബിറ്റ് കോയിൻ ഉണ്ട്. സോ ഈ ബിറ്റ് കോയിൻ ഉള്ളത് മറ്റുള്ളവർക്ക് ഒരു ഫിയർ തന്നെയാണ്. കാരണം ഇവർ വാങ്ങിയിട്ടുള്ളതല്ല, ഇവർ കുറെ കള്ളത്തരങ്ങളിൽ നിന്ന് പിടിച്ചെടുത്തുള്ള ബിറ്റ് കോയിനാണ് ഇവരുടെ കയ്യിലുള്ളത്. സോ അത് മറ്റുള്ളവർക്ക് US ഗവൺമെന്റിന്റെ കയ്യിൽ ഇത്രയും വലിയൊരു ബിറ്റ് കോയിൻ ഉണ്ട് എന്നൊരു ന്യൂസ് വന്നപ്പോൾ തന്നെ അവർക്കൊരു ഫിയർ വന്നിരുന്നു. കാരണം അവരിനി സെൽ ഓഫ് ചെയ്താൽ മാർക്കറ്റ് പ്രൈസ് നല്ല രീതിയിൽ ഡംപ് ആവും എന്നുള്ളതുകൊണ്ട്. സോ ആ ഒരു ന്യൂസിന്റെ ഒപ്പം തന്നെ ജർമ്മൻ ഗവൺമെന്റും ഏകദേശം 150 മില്യൺ ഓഫ് ബിറ്റ് കോയിൻ ട്രാൻസ്ഫർ ചെയ്തു എന്നുള്ളൊരു ന്യൂസും വന്നിരുന്നു. സോ ഗവൺമെന്റ്സ് എല്ലാം ബിറ്റ് കോയിൻ ട്രാൻസ്ഫർ ചെയ്യുന്നു. US ഗവൺമെന്റ്, ജർമ്മൻ ഗവൺമെന്റ് മൗണ്ട് ഗോക്സ് എക്സ്ചേഞ്ച് സെല്ല് ചെയ്യുന്നു. ഇങ്ങനത്തെയൊക്കെ ന്യൂസ് വരുമ്പം സ്വാഭാവികമായിട്ടും മീൻസ് പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ പറയുന്ന പോലെ ഹാവിങ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്രോപ്പർ കറക്ഷൻ എടുത്തിട്ടില്ല. സോ ഇതെല്ലാം കൂടി നോക്കുമ്പോൾ മാർക്കറ്റിൽ ആകെ ഒരു ഫിയർ വരുന്നുണ്ട്. സോ അതുകൊണ്ടായിരിക്കാം ഈ കറക്ഷൻ, അതുകൊണ്ടാവണം എന്ന് തന്നെയാണ് ഇവരെല്ലാവരും പറയുന്നത്. ഇനിയിപ്പം എന്താണ് സംഭവം എന്നറിയില്ല. പിന്നെ ഓഫ് കോഴ്സ് എത്തീരിയത്തിന്റെ ETF വരുന്നു എന്ന് പറയുമ്പം അത് വാങ്ങാൻ വേണ്ടി കുറച്ച് പേര് ഇതിനകത്ത് സെൽ ഓഫ് ചെയ്യുന്നുണ്ടാവും ബിറ്റ് കോയിൻ. സോ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ വരുന്നുണ്ട്. സോ ഇങ്ങനെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള റീസൺസ് ആണ് ഇതിൻ്റെയൊക്കെ കാരണമായിട്ട് പൊതുവെ കാണുന്നത്. എന്തൊക്കെയായാലും പൊതുവെ ഓരോ ആൾക്കാർ പറയുന്നത് ഇതൊരു പക്ക അക്യുമുലേഷൻ ഫേസ് ആണെന്ന് പറയുന്നുണ്ട്. കാരണം ബിറ്റ് കോയിൻ വെയിൽസ് എല്ലാം ഇപ്പോൾ ഒരുപാട് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. കാരണം മാർക്കറ്റ് ബോറിംഗ് ആണ്. കാരണം ഒരു ലിക്വിഡിറ്റി ഇല്ല, ആരും വിൽക്കുന്നില്ല വാങ്ങുന്നില്ല. അത് ആരും ഉദ്ദേശിക്കുന്നത് റീറ്റെയിലേഴ്സ് വാങ്ങാനും വിൽക്കാനും ഇല്ല. സോ അവിടെ ഒരു ബോറിംഗ് ഗെയിം നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതൊന്ന് ഇൻട്രസ്റ്റിംഗ് ആക്കാൻ വേണ്ടി ഇപ്പം മാർക്കറ്റ് ഭയങ്കരമായിട്ടൊന്ന് വോളറ്റൈലായി കുറേ പേര് സെല് ചെയ്യും, കുറേ പേര് ബൈ ചെയ്യും, ഇത്രയും വലിയ രീതിയിൽ ലിക്വിഡേഷൻ ഒക്കെ ഉണ്ടാവും. സോ അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് മൊത്തത്തിൽ ഒരു ഇൻട്രസ്റ്റിംഗ് മാർക്കറ്റായിട്ട് ഈ വലിയ വലിയ ആൾക്കാർക്ക് തോന്നുന്നത്. സോ അതുകൊണ്ട് തന്നെ വെയിൽസ് വേണമെന്ന് വെച്ച് കറക്ഷൻ കൊടുത്തതായിരിക്കാമെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവരെന്തായാലും ഭയങ്കരമായാലും അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് ഇവിടെ പറയുന്നത്. വെയിൽസ് ഹാവ് ബീൻ അക്യുമുലേറ്റിംഗ് അക്കോർഡിംഗ് ടു CEO. ഈ ക്വാണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയുമെന്നറിയില്ല. ഈ ക്വാണ്ട് എന്ന് പറഞ്ഞാൽ അവരുടെ CEO പറയണതാണ്. CEO ഓഫ് ക്രിപ്റ്റോ ക്വാണ്ട് എന്ന് പറഞ്ഞ പുള്ളിയുടെ അതിന്റെ CEO ആണ് പറയുന്നത്. BTC ഒരു പ്രശ്നമില്ല, BTC ഇപ്പോഴും ബുള്ളിഷ് തന്നെയാണ്, ഒരുപാട് പേര് അക്യുമുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. സോ ഇതൊക്കെ കാരണമാണ് മാർക്കറ്റ് ഒന്ന് കറക്ഷൻ എടുക്കാൻ കാരണം. അല്ലാണ്ട് ഇനിയിപ്പം തിരിച്ച് 17,000 വരുമോ അല്ലെങ്കിൽ 15,000 വരുമോ എന്നൊന്നുമില്ല. എൻ്റെ ഒരു അനാലിസിസ് പ്രകാരം ഈ ഒരു റേഞ്ചിൽ നിന്ന് തിരിച്ച് റീബൗണ്ട് ആവാൻ സാധ്യതകളുണ്ട്. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റിന്റെ പ്രൈസ് ഏകദേശം ഞാൻ പറഞ്ഞ കുറച്ചും കൂടിയേ ഉള്ളൂ, കുറച്ച് നേരം കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു സോണിൽ ടച്ച് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇനി ഇവിടുന്നും താഴത്തേക്ക് വരികയാണെങ്കിൽ നമ്മൾ വീണ്ടും ഒരു ചെറിയ രീതിയിലൊരു കറക്ഷൻ, ചെറിയ രീതിയിലല്ല ഇച്ചിരി വലിയ രീതിയിലൊരു കറക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്യണം. എന്തായാലും വോളറ്റൈൽ മാർക്കറ്റാണ്, സൂക്ഷിച്ച് ട്രേഡ് ചെയ്യുക. ലോങ് ടേം ഹോൾഡിംഗ് ഉണ്ടെങ്കിൽ DCA ചെയ്യാൻ നല്ല നല്ല ടോക്കൺ നോക്കിയിട്ട്. ഞാൻ ഇവിടെ പറഞ്ഞ പോലെ ഇത്രയും ഒരു കറക്ഷൻ ഉണ്ടായിട്ടും ഏതൊക്കെ ടോക്കണാണോ നല്ല രീതിയിൽ കറക്ഷൻ തരാതിരുന്നത് ആ ടോക്കണിൽ കുറച്ചും കൂടി ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കുക. ഇത്രയേ ഉള്ളൂ. വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് എല്ലാവർക്കും ഹാപ്പി ഇൻവെസ്റ്റിംഗ്.